ഇന്ന് മാർച്ച് 4 വേൾഡ് ഒബേസിറ്റി ഡേ. കോവിഡിന് ശേഷം നമ്മുടെ കുട്ടികളിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരവസ്ഥയാണ് പൊണ്ണത്തടി അഥവാ ഒബേസിറ്റി. ഒരു കുട്ടിയുടെ പ്രായത്തിനും പൊക്കത്തിനും കവിഞ്ഞ ശരീരഭാരം ഉണ്ടാവുന്നതാണ് അമിതഭാരം അഥവാ ഓവർ വെയ്റ്റ്. ഇതിൽ നിന്നും ഒബേസിറ്റിയിലേക്കുള്ള ദൂരം വലുതല്ല. മുതിർന്നവർക്ക് വണ്ണം കൂടുമ്പോൾ നമ്മൾ ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്ത് വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കാറില്ലേ? എന്നാൽ കുട്ടികൾക്ക് അമിതവണ്ണം ഉണ്ടാകുമ്പോൾ അതൊരു ആരോഗ്യത്തിന്റെ ലക്ഷണമായാണ് പല പേരൻസും കണക്കാക്കാറ്. എന്നാൽ പൊണ്ണത്തടിയും പോഷകാഹാരക്കുറവും എനർജി ഡെൻസ് അഥവാ കാലോറി റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ അമിതമായി കഴിക്കുകയും എന്നാൽ ചില മൈക്രോ ന്യൂട്രിയൻസ് കഴിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് പൊണ്ണത്തടി ഉണ്ടാവുന്നത്. വിളർച്ച, ചില വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയൊക്കെ അഭാവം ഈ കുട്ടികളിൽ നാം കാണാറുണ്ട്. നിങ്ങളുടെ കുട്ടിക്ക് പൊണ്ണത്തടി അല്ലെങ്കിൽ അമിതഭാരം ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം? പീഡിയാട്രിഷ്യന്റെ അടുത്ത് പോകുമ്പോൾ ഹൈറ്റും വെയിറ്റും ചെക്ക് ചെയ്യാം. അവർ BMI കാൽക്കുലേറ്റ് ചെയ്ത് ഗ്രോത്ത് ചാർട്ടിൽ പ്ലോട്ട് ചെയ്ത് നോക്കും. ഒരു നിശ്ചിത പെർസെന്റേജിന് മുകളിലാണെങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രധാനമായും ആഹാരക്രമങ്ങളും ജീവിതശൈലിയുമാണ് പൊണ്ണത്തടിക്ക് കാരണമെങ്കിലും ചില കുട്ടികളിൽ ജനിതക രോഗങ്ങൾ, ഹോർമോൺ വ്യതിയാനങ്ങൾ, ചില മരുന്നുകൾ ഇവയും അതിന് കാരണമായി. പൊണ്ണത്തടി ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, സ്ട്രോക്ക് എന്നിവയിലേക്ക് ചെറുപ്രായത്തിൽ തന്നെ അവരെ തള്ളിവിടുന്നു. പൊണ്ണത്തടി ഒഴിവാക്കാൻ നാം എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം? ജങ്ക് ഫുഡുകൾ, ഫാസ്റ്റ് ഫുഡുകൾ, ഫ്രോസൺ ഐറ്റംസ്, ഇൻസ്റ്റന്റ് നൂഡിൽസ്, ചായ, കാപ്പി മുതലായവ, ബോട്ടിൽ ഫ്രൂട്ട് ജ്യൂസസ്, സ്വീറ്റ്സ് എന്ന് തുടങ്ങി കുട്ടികൾക്കും നമുക്ക് ഒരുപോലെ ഇഷ്ടമുള്ള പല ആഹാരങ്ങളും നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതായി വരും. മലയാളികളുടെ ഒരു സംശയമായിരിക്കും ചായ എപ്പോൾ മുതൽ കൊടുത്തു തുടങ്ങാമെന്ന്. 12 വയസ്സ് വരെ ചായ കൊടുക്കരുതെന്നാണ് പൊതുവായ നിർദ്ദേശം. ഫ്രൈസ് മുതലായ സാധനങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ എന്നതിലേക്ക് കുറച്ച് പിന്നീട് എപ്പോഴെങ്കിലും ഒരിക്കൽ എന്നതിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. എന്തൊക്കെ കഴിക്കരുതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി എന്തൊക്കെ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്ന് നോക്കാം. യൂഷ്വലി പ്ലേറ്റിൽ ആഹാരം വിളമ്പുവാണെങ്കിൽ ഒരു പകുതിയിലധികം ചോറായിരിക്കും അല്ലേ? എന്നാൽ ആക്ച്വലി ഒരു ക്വാർട്ടർ പോർഷൻ മാത്രമാണ് ചോറ് ഉണ്ടാവേണ്ടത്. നെക്സ്റ്റ് ക്വാർട്ടറിൽ പ്രോട്ടീൻ സോഴ്സസ് ആയ ഇറച്ചി, മുട്ട, സോയാബീൻ തുടങ്ങിയവയും റിമൈനിങ് ഹാഫ് പോർഷനിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൊണ്ടുമാണ് നിറയ്ക്കേണ്ടത്. ഡയറ്റ് മാത്രമല്ല കേട്ടോ, എക്സസൈസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഫേമസ് സേയിങ് ഉണ്ട്, ഒബേസിറ്റി റൺസ് ഇൻ ഫാമിലീസ് വേർ നോ വൺ ഇൻ ദ ഫാമിലി റൺസ്. അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ് 5-2-1-0 റൂൾ. ഇതിൽ 5 എന്ന് പറയുന്നത് 5 സെർവിങ്സ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഡെയിലി കഴിക്കണം എന്നാണ്. 2 എന്ന് പറയുന്നത് 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സ്ക്രീൻ ടൈം ഒട്ടും പാടില്ലെന്നും 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 1 മുതൽ 2 മണിക്കൂറിന് ഉള്ളിൽ നിൽക്കണം സ്ക്രീൻ ടൈം എന്നുമാണ്. ഇതിൽ 1 എന്ന് പറയുന്നത് 1 hour ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. ബ്രിസ്ക് വാക്കിങ്ങോ, റണ്ണിങ്, ഡാൻസിങ് ഇങ്ങനെ എന്തും ആവാം. ഇതിൽ ഹാഫ് ആൻ അവർ സ്കൂളിന്റെ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. നെക്സ്റ്റ് 0 എന്നത് സീറോ കൺസെപ്ഷൻ ഓഫ് ബെവറേജസ് എന്നാണ്. ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയ ഒരു കോൺസെപ്റ്റ് ആണല്ലോ റെഡ് ഫ്ലാഗും ഗ്രീൻ ഫ്ലാഗും. ഒബേസിറ്റിയുടെ റെഡ് ഫ്ലാഗ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ഷീണം, കിതപ്പ്, സന്ധിവേദന, കൂർക്കം വലി, കഴുത്തിന് പിന്നിലെ കറുപ്പ്, പുവർ സെൽഫ് എസ്റ്റീം ഇവയിൽ ഏതെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അടുത്തുള്ള പീഡിയാട്രിഷ്യനെ കൺസൾട്ട് ചെയ്യുക.